10 വർഷമായി പശു വളർത്തൽ ആരംഭിച്ചിട്ട്. അതിപ്പം പുതിയതായിട്ട് 3 പശുവിനെ വാങ്ങി. അതിൻ്റെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പുതിയതായിട്ട് ഞങ്ങൾ വാങ്ങിയ പശുക്കൾക്ക് 3-നും 85,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള പശുക്കളാണ്. സാമാന്യം കുഴപ്പമില്ലാത്ത പശുക്കളാണ്. താമസമില്ലാതെ ഞങ്ങളൊരു 5 പശുക്കളെ കൂടെ നോക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന 3 പശുവിനും രാവിലെ 10 ലിറ്ററും 15 ലിറ്ററും ഉച്ചയ്ക്ക് 10 ലിറ്ററും പാലുള്ള പശുക്കളാണ്. ഏലപ്പാറയിൽ നിന്നാണ് ഞങ്ങൾ പശുവിനെ എടുത്തിരിക്കുന്നത്. 3 പശുക്കൾക്ക് ഏകദേശം ഒരു 75 ലിറ്റർ പാലിനോടടുത്തുണ്ട് ഒരു ദിവസം. ഏകദേശം ഞങ്ങൾക്ക് ഒരു 15 പശുവുണ്ട്. ഇപ്പോൾ ഒരു 150 ലിറ്റർ പാൽ ദിവസമുണ്ട്. അതിനോട് കൂടി 3 പശുക്കളെ കൂടെ മേടിച്ച് 75 ലിറ്റർ പാലിനടുത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഏകദേശം നല്ല വരുമാനം ഉണ്ട്. പശുക്കളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യമായിട്ട് 2-3 പ്രസവത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പാടില്ല. പിന്നെ പശുക്കൾക്ക് ആരോഗ്യം നോക്കണം. 4 കാമ്പും ക്ലിയറാണോ എന്ന് നോക്കണം. അകിടും എല്ലാം ഓക്കെയാണോ, കുഴപ്പമില്ലാത്ത ഇത് പശുവിൻ്റെ ആരോഗ്യമൊക്കെ നോക്കി വേണം പശുവിനെ എടുക്കാൻ. പശുവിൻ്റെ കുളമ്പ് വെള്ളയായിരിക്കണം. പിന്നെ കാലും നല്ല ആരോഗ്യമുള്ള കാലയൊക്കെ ഉള്ള പശുവായിരിക്കണം. പിന്നെ കൊമ്പെ നോക്കിയ പ്രസവമൊക്കെ അറിയാം എത്രയായെന്ന്. പല്ല് നോക്കിയാലും ഒരുമാതിരി പശുക്കളെ കാണുമ്പോൾ അറിയാം. പശുക്കളുടെ തീറ്റക്രമം നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന സുപ്രീം പെല്ലറ്റിനേക്കാളും മികച്ചതാണ് ഗോദ്രേജിൻ്റെ പെല്ലറ്റ്. അതിന് 1850 രൂപ ഒരു ചാക്കിന്. ആ പശുക്കൾക്ക് ആരോഗ്യം ഉണ്ടാകും, പാലും കൂടുതലുണ്ടാകും. സാധാരണ ഫാമിൽ കൈതപ്പോളയാണ് ഞങ്ങൾ പശുവിന് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പശുക്കളെ കൊണ്ടുവന്നാൽ കച്ചിയും പുല്ലുമൊക്കെ കൊടുത്ത് ഒരാഴ്ച നോക്കി കഴിഞ്ഞതിന് ശേഷമാണ്, പശു ഒന്ന് ഇണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കൈത കൊടുക്കുന്നത്. സാധാരണ പ്രോട്ടീൻ കൂടുതലുള്ളതുകൊണ്ട് ഗോദ്രേജ് കാലിത്തീറ്റയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്നതിൽ കൂടുതൽ അത്ര അളവ് കൊടുക്കണ്ട. 1-2 കിലോ കുറച്ച് കൊടുത്താൽ മതി. പാലിന് അളവിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കൊഴുപ്പും കിട്ടും, അളവ് കൂടുതലും കിട്ടും, പശുവിന് ആരോഗ്യം ഉണ്ടാകും. ഇതും കൊണ്ടും അനുയോജ്യമാകും. പശുക്കൾ വന്നാൽ ഞങ്ങൾ ആദ്യം കൈക്ക് കറക്കും. ഒരാഴ്ച കൈക്ക് കറന്നതിന് ശേഷം പശു ഞങ്ങളുമായിട്ട് ഇണങ്ങി കഴിയുമ്പോൾ മെഷീനിട്ട് പഴയ പോലെ കറക്കാൻ തുടങ്ങുന്നു. പശുക്കളെ കൊണ്ടുവരുന്നത് ഞങ്ങൾ മറ്റൊരു കൂട്ടിക്കെട്ടി ബ്ലഡും ഒക്കെ എടുത്ത് പശുവിൻ്റെ ആരോഗ്യമൊക്കെ നോക്കി കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്, അസുഖങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മറ്റേ പശുക്കളുടെ കൂടെ ഒരാഴ്ചത്തേന് മാറ്റിക്കെട്ടി പുതിയ പശുക്കളെ മാറ്റിക്കെട്ടിയതിന് ശേഷമാണ് പഴയ പശുക്കളുടെ കൂടോട്ട് കെട്ടുന്നത്. ഈ പശുക്കൾ വന്നാൽ ഞങ്ങൾ 3-4 നേരം കുളിപ്പിക്കും. പഴയ പശുക്കളെ 3 നേരമൊക്കെ കുളിപ്പിക്കുള്ളായിരുന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അതുങ്ങൾ ഇണങ്ങി ചേരുന്നവർ, അവിടെ തണുപ്പാണ് കൂടുതൽ. ഈ കാലാവസ്ഥയായിട്ട് ഇണങ്ങുന്നവരെ നല്ലപോലെ നനപ്പിച്ച് പശുക്കളുടെ ആരോഗ്യം കെയർ ചെയ്യും. പുതിയ പശുക്കൾ വന്നു കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.